ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. തൻ്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അവഗണിച്ച് ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. എബ്രായർ 12-2 മാനവരാശിയെ പാപത്തിന്റെ അഗാധ ഗർത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് പ്രത്യാശയുള്ളവരും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി തീർത്ത പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് മാനവകുലത്തിനു വേണ്ടി പാപയാഗമായി തീർന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തെയും ത്യാഗത്തെയും ക്രൂശുമരണത്തെയും പറ്റിയുള്ള ഈ ചിന്തകളെല്ലാം തന്നെ ക്രിസ്തീയ ജീവിതത്തിന് ഉൾക്കരുത്ത് നൽകുന്നവയാണ്. തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച് വീണു പോകുമെന്നറിഞ്ഞിട്ടും സൃഷ്ടാവാം ദൈവത്തിന്റെ ഏകപുത്രൻ മനുഷ്യജാതിയെ വീഴ്ചയിൽ നിന്ന് വീണ്ടെടുക്കാമെന്ന സന്തോഷം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ക്രൂശീകരണത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. മനം തകർക്കുന്ന ആ ഒരു കാഴ്ച നാം കാൽവറിയിൽ ദർശിക്കുന്നു. ക്രൂശിക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് സമൂഹം ധരിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രപഞ്ച സൃഷ്ടാവായ നമ്മുടെ കർത്താവ് നിന്ദയും പരിഹാസവും തുപ്പലും ചാട്ടവാറടിയും മുൾക്കിരീടവും വേദനയും സഹിച്ചതെല്ലാം എന്തിനായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? ഇന്ന് നമുക്ക് എവിടെയും സ്ഥാനമാനങ്ങൾ വേണം. ഒരിടത്തും നമ്മൾ കുറഞ്ഞു പോകരുത്, എവിടെയും നാം പുറകിലാകരുത്, തോറ്റുപോകരുത്. എന്നാൽ നമ്മുടെ തമ്പുരാൻ 2 കള്ളന്മാരുടെ മധ്യേ കുറ്റവാളിയെ പോലെ ക്രൂശിതനായി നിന്ദയും പരിഹാസവും അപമാനവും ഏറ്റുവാങ്ങി. അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു. അവർ അവനെ ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. എന്നാൽ കള്ളൻ പറഞ്ഞത് എന്തായിരുന്നു? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. മരിക്കുന്ന യേശുവിൽ ജീവിക്കുന്ന ദൈവത്തെ അവൻ കണ്ടു. ഉടനെ നിത്യരക്ഷയ്ക്കായി അവൻ കാംക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതായത് കുറ്റമറ്റവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് കള്ളനും സാക്ഷിച്ചു. ഇതുപോലെ തന്നെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-30 ഇപ്രകാരം പറയുന്നു: ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് ശതാധിപൻ സാക്ഷീകരിക്കുന്നതായി കാണാം. മാനവരക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് കാൽവറിയിൽ യാഗമായ കുഞ്ഞാട് എന്തായിരിക്കും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവ്, നാം അവിടേക്ക് എത്തുവാൻ, ചെന്നു ചേരുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു കാണിച്ചു തന്ന മാർഗം, സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മാർഗം യഥാർത്ഥമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്നത്. 1 പത്രോസ് 4-13 ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തുവിന്റെ കഷ്ടതകൾക്ക് പങ്കാളികളാകുന്തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കുവാൻ ഇടവരും. ഈ നോമ്പുകാലത്ത് ആത്മശരീര മനസ്സുകളെ ഒരുക്കി യേശുക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി നമുക്ക് തീരാൻ ശ്രമിക്കാം. ഈ നോമ്പുകാലം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ഉതകുന്നതായിരിക്കട്ടെ. കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെയും ക്രൂശുമരണത്തെയും ധ്യാനിച്ച് ഉദ്ധിതനായ യേശുക്രിസ്തുവിനെ നമുക്ക് സാക്ഷിക്കാം. അവനെ നമുക്കൊന്ന് സ്വന്തമാക്കാം. അവന് പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം ഏവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ആമേൻ.